കാലമെന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. അത് പലപ്പോഴും മഹാബലിയെ കുറിച്ചാണെന്നാണ് ധാരണ. അങ്ങനെയല്ല. കാഞ്ഞിരപ്പള്ളിയിൽ അധികാരമുണ്ടായിരുന്ന മാവേലി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ, മാവേലി ബാണാതിരായ എന്നായിരുന്നു മുഴുവൻ പേര്. അത് തമിഴ്നാടും കാഞ്ഞിരപ്പള്ളിയും മാവേലിക്കര വരെയുള്ള ഒരു പ്രാചീന പ്രദേശമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു ഈ മാവേലി. ആ മാവേലി വാഴുന്ന കാലത്തായിരുന്നു മനുഷ്യരും എല്ലാവരും ഒന്നുപോലെ. എന്ന് മാത്രമല്ല, ആ കവിത എഴുതിയത് കാഞ്ഞിരപ്പള്ളിക്കാരനായ ഒരു എള്ള് കർഷകനായിരുന്നു. അതുകൊണ്ടാണ് അതിന് എള്ളോളമില്ല പൊളിവരുന്നൊരു പ്രയോഗം. എള്ള് കൃഷിയും അതുപോലെ പഞ്ഞി കൃഷിയും ഒക്കെ ആദ്യമായിട്ട് തുടങ്ങിയത് വെള്ളാളരാണ്. അപ്പൊ ആ മാവേലി ശാസ്ത്രം ഇന്ന് നമുക്ക് കാണാം. ആ മാവേലി ശാസ്ത്രത്തിൽ പറയുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന കാലഘട്ടം ഈ മാവേലി രാജാവിൻ്റെയാണ്. ആ മാവേലി രാജാവിൻ്റെ അതിർത്തിയായിരുന്നു മാവേലിക്കര. ഇപ്പൊ നമ്മുടെ മലയാള സാഹിത്യത്തിലെ 3 മാത്രമേ മാവേലി വരുന്നുള്ളൂ. ഒന്ന് മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലനാമത്തിലെ, 2 കാഞ്ഞിരപ്പള്ളിയിലെ മാവേലി ശാസനത്തിലെ. തീർച്ചയായിട്ടും നമ്മൾ MLA ആ ശാസനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള നടപടി മനസ്സിലാക്കില്ല, ക്ഷമിക്കണം. നമ്മൾ ഇന്ന് ആദരിക്കുന്ന വ്യക്തി ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആ കുടുംബത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തെ കപൂർ കുടുംബം എന്ന് പറഞ്ഞ കുടുംബം. ആ കുടുംബത്തിലെ 4 or 5 തലമുറകളെ സിനിമാ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള 4 തലമുറകളായിട്ട് ബന്ധമുള്ള ഒരു കുടുംബമാണ് വണ്ണപ്പാട്ട് കുടുംബം. അതിൽ ഏറ്റവും സീനിയറായിരുന്ന SR എന്ന് പറയുന്ന രാമനാഥൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ് 1952 കലാസാഗർ ഫിലിം എന്ന് പറയുന്ന ഫിലിം നിർമ്മാണ കമ്പനി തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു പിൽക്കാലത്ത് തിരമാല സംവിധാനം ചെയ്ത PRS പിള്ള. അദ്ദേഹത്തിന്റെ മകനാണ് ശങ്കർ മോഹൻ. ശങ്കർ മോഹന്റെ മകനാണ് മോഹൻ ശങ്കർ. 3 തലമുറകളിലും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിച്ച കുടുംബമാണ് ഈ വണ്ണപ്പാട്ട് കുടുംബം. അതിലെ പിൽക്കാലത്ത് ശ്രീകാന്ത്, അതുപോലെ മറ്റൊരാളുണ്ട് കണ്ണൻ, ധനം കണ്ണൻ പറയുന്നത്. അങ്ങനെ നമ്മൾ വിളിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ ഷൂട്ടിങ്ങിന്റെ തിരക്കായതിനാൽ വരാൻ സാധിച്ചില്ല. കസിനായിരിക്കും, നിങ്ങൾക്കൊക്കെ അറിയാം. രാമനാഥ പിള്ളയുടെ മക്കളുടെ മക്കളാണ്, കൊച്ചുമക്കളാണ് ശ്രീകാന്തും കണ്ണനും. ഞാൻ ഇതൊക്കെ ആമുഖമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ എനിക്ക് നമ്മുടെ MLA പറയാനുള്ളത്, ഇത് ഞങ്ങൾ ബഹുമാനപ്പെട്ട സ്പീക്കറിന്റെ അടുത്ത് അവതരിപ്പിച്ചു. അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. പഴയ കാലത്ത് നമ്മളെ ആധാരങ്ങൾ ചുമക്കുക അല്ലെങ്കിൽ സ്ഥലം അടുത്താക്കുന്നത് വെള്ളാളന്റെ കുത്തകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുത്തകയിലെ ആധാരങ്ങളിൽ പ്രയോഗിച്ചിരുന്ന ഒരു പദമാണ് മേക്ക്. പടിഞ്ഞാറിന് മേക്ക് എന്ന് പറയുന്ന പദം. 2008 ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഈ മേക്ക് എന്ന പദത്തെ കേരളത്തിലെ ആധാരങ്ങളിൽ നിന്ന് മാറ്റി കുടിച്ചു മൂടി. അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന ഞങ്ങളുടെ ആവശ്യം ബഹുമാനപ്പെട്ട സ്പീക്കറുടെ കൈവശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടത് ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ MLA ഞങ്ങളുടെ അവകാശമായ ആ മേക്ക് തിരിച്ചു നടാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മുടെ അധ്യക്ഷത വഹിക്കാൻ നമ്മുടെ ശ്രീ P. രവീന്ദ്രനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ചില കാരണങ്ങളാൽ അല്പം താമസിച്ച് മാത്രമേ വരുന്നുള്ളൂ. അതിന് പകരമായിട്ട് നമ്മുടെ മുരളിയുണ്ട്. മുരളി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ എന്താ പറയുന്നത്, ഇന്നത്തെ നിലയിലെത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ വ്യക്തിയാണ് ശ്രീ മുരളി. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്തോളും. നിങ്ങളുടെ എല്ലാം പേരിൽ സ്വാഗതം ചെയ്തോളും. നമ്മുടെ പ്രധാന ഗസ്റ്റായ MLA ആണ്. MLA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടുകാരനാണ്. ഒരു കാലത്ത് ഞാൻ വൈക്കത്തോ വഹിക്കുന്ന കാലത്ത് അദ്ദേഹം കല്ലറക്കുളത്തിലെ അധ്യാപകനായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ SB കോളേജിലാണ്. എൻ്റെ സ്നേഹിതന്മാരൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു. അദ്ദേഹത്തോട് കൂടി വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംഗതികൾ പറയുന്നില്ല. അദ്ദേഹത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ ഞാൻ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പരിചയക്കാരായിരുന്നു. കോഓപ്പറേറ്റീവ് ബാങ്കിലെ അധികാരിയും അല്ലെങ്കിൽ സെക്രട്ടറി അതുപോലുള്ള സ്ഥാനം വഹിക്കുകയും അതിൻ്റെ കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ അനുമോദിക്കുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊള്ളും.
പിന്നീട് വാർഡിനെ പ്രതികരിക്കുന്ന മെമ്പർമാരാണ്. എനിക്ക് പേരുകൾ ഓർമ്മ വരുന്നില്ല, പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തേതുള്ളത് 5-ാം വാർഡിലെ ശ്രീ ഗൗതമിനെ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കെല്ലാം പറഞ്ഞാൽ കാണും. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. ഇനി 7-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ആന്റണി മാർട്ടിൻ അദ്ദേഹത്തെയും ആദരിക്കുന്നു. പിന്നെ 8-ാം വാർഡിലെ ശ്രീമതി സൗമ്യ പ്രസാദ് ഇനിയുള്ളത് നമ്മുടെ ഇന്ന് ആദരിക്കുന്ന ശ്രീകാന്താണ്. ശ്രീകാന്തിന്റെ ബയോഡേറ്റ മറ്റേ ശ്രീ ഭരതൻ കരുണാകരനുള്ള അവതരിപ്പിക്കും. ഞാൻ ആരെയും വിട്ടുപോയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് ശ്രീകാന്തിനെ അവതരിപ്പിക്കും. നമ്മുടെ മറ്റൊരു പേരനായ ശ്രീ ഭരതൻ പിള്ളയെ ശ്രമിച്ചുള്ളൂ. യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ മുരളീധരൻപിള്ള, സഹോദരൻ ഡോക്ടർ ശിവശങ്കരപിള്ള, ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയപ്പെട്ട മെമ്പർ MLA ഡോക്ടർ റോണി കെ ബേബി അവറുകൾ, ചിറകട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ അവറുകൾ, ഗൗതം ബാലചന്ദ്രൻ, പ്രിയപ്പെട്ട സൗമ്യ പ്രസാദ്, ഇന്ന് ഈ യോഗത്തിന് കാരണക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീകാന്ത് പങ്കപാട്ട് കുടുംബത്തിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഭരതൻ സാറ് അടക്കമുള്ള സഹോദരന്മാരെ, ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ഈ കാഞ്ഞിരപ്പള്ളിയെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം സിനിമാ രംഗത്ത് ഉണ്ടായിരിക്കുകയാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ജൂറി പുരസ്കാരവും, അതുപോലെ തന്നെ വാൻകൂവർ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ഏക മലയാള ചലച്ചിത്രം എന്ന നിലയ്ക്കും ശ്രീ ശ്രീകാന്ത് പങ്കപാട്ട് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഭൂതലം എന്ന സിനിമ ഇതിനോടകം തന്നെ വളരെയധികം പ്രസിദ്ധി നേടിയിരിക്കുകയാണ്. ഇത്രയധികം പുരസ്കാരങ്ങൾ ഒരു നവാഗത സംവിധായകനെ തേടി വരിക എന്ന് പറയുന്ന അപൂർവത ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. പങ്കപാട്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ അന്യമായിരുന്നില്ല. വളരെ കാലം മുമ്പ് തന്നെ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ആദ്യമായി മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വലിയ നിര തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പങ്കപാട്ട് കുടുംബത്തിലേക്കാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാരും സിനിമാക്കാരും നിറഞ്ഞു നിന്ന ആ കുടുംബത്തിൻ്റെ കോലായിൽ ഈ കഥകൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ബാലൻ പിന്നീട് ഇത്തരത്തിലുള്ള സിനിമാ സംവിധാനത്തിലേക്ക് വരുവാൻ താമസിച്ചു എന്നതിലെ അത്ഭുതമുണ്ട്. ശ്രീകാന്ത് പങ്കപാട്ടിനെ നമുക്കറിയാം. അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. കേരളം അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്. ശ്വസിക്കുന്ന ഭവനങ്ങളാണ്, ശ്വാസകോശമുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ജീവൻ തുടിക്കുന്നത് പോലെ തോന്നുന്ന ഒരനുഭവം പ്രകൃതിയുമായി ചേർത്ത് അദ്ദേഹം നിർമ്മിക്കുന്നു എന്നുള്ളത് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ തേടി വരും. അത്തരത്തിൽ വളരെ തിരക്കുള്ള ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ഇന്ദ്രൻസുമായി ഭൂതലത്തിൻ്റെ കഥ പറയുകയും
അതിന് വലിയ കാലിക പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഡേറ്റ് നൽകുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ദ്രൻസ് ഇതുപോലെ തന്നെ ഒരു ഛായാഗ്രഹകൻ എന്ന നിലയിൽ, തുന്നൽക്കാരൻ എന്ന നിലയിലൊക്കെ സിനിമയിൽ വന്ന് എളിയ നിലയിൽ തുടങ്ങിയ ആള് ഇന്ന് രാഷ്ട്രം ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നൽകി ആദരിക്കുന്ന നിലയിലേക്ക് വളർന്ന മഹത്തായിട്ടുള്ള ഒരു കലാകാരനായിട്ട് മാറി എന്നുള്ളത് നമുക്കറിയാം. അത്രമാത്രം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള, കലാപാരമ്പര്യമുള്ള ഒരാൾ ഈ സിനിമയെ വളരെയധികം ഈ കഥ കേട്ടപ്പോൾ ആകൃഷ്ടനായി അതിൽ നായക വേഷം ചെയ്യുവാനായിട്ട് വന്നു എന്നുള്ളത് ഈ സിനിമയെ ഏറെ ശ്രദ്ധേയമാക്കി മാറ്റി. നമുക്കറിയാം, കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം, പാരിസ്ഥിതികമായിട്ടുള്ള വെല്ലുവിളികൾ കേരളം നേരിടുന്നു, ലോകം നേരിടുന്നു എന്നുള്ളത് നമുക്കറിയാം. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് അടക്കമുള്ളത് ഇന്ത്യ കടപ്പെട്ട് വാങ്ങുകയും പശ്ചിമഘട്ട